ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ ജില്ലകളിലായിട്ട് വിവിധ തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം എറണാകുളം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. എറണാകുളം ജില്ലയിലെ സർക്കാർ ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് കീഴിൽ റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ നിശ്ചിത യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം 2023 മാർച്ച് 3 മുൻപായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് +2 ഉണ്ടായിരിക്കണം. കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ റേഡിയോഗ്രാഫിയിൽ കേരള സർക്കാർ അംഗീകൃത BSc ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കാത്തലാബ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 സയൻസും കൂടാതെ ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജിയിലുള്ള ബിരുദവുമാണ്. BCVT യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ കാർഡിയോവാസ്കുലർ ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നതായിരിക്കും. കൂടാതെ എക്കോ കാർഡിയോഗ്രാഫി ചെയ്യുന്നതിൽ കഴിവുള്ളവരായിരിക്കണം. പ്രായപരിധി വരുന്നത് 20 മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം മാർച്ച് 6 എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ CCM ഹാളിൽ നടക്കുന്ന എഴുത്തു പരീക്ഷയിലും ഇൻ്റർവ്യൂയിലും പങ്കെടുക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ 11 മണി വരെ മാത്രമായിരിക്കും. അടുത്തത് കാസർഗോഡ് ജില്ലയിൽ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ DCA അല്ലെങ്കിൽ PG DCAയുമാണ്. സാലറി വരുന്നത് 13,500 രൂപയാണ് മന്ത്ലി ലഭിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപന തീയതിക്ക് നിശ്ചിത യോഗ്യത നേടിയിരിക്കേണ്ടതാണ്. വിജ്ഞാപന തീയതിക്ക് നിശ്ചിത യോഗ്യത നേടിയിട്ടില്ലാത്തവരുടെ അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 6/3/2023 വൈകുന്നേരം 5 മണിക്കുള്ളിലായിട്ടാണ്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അപേക്ഷയോടൊപ്പം PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ദേശീയ ആരോഗ്യ ദൗത്യം കാസർഗോഡ് ജില്ലാ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ കീഴിൽ പാലക്കാട് ജില്ലയിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 10/3/2023 വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ പാലക്കാട് നൂറണി NHM ഓഫീസിൽ വെച്ചിട്ടാണ്. അപ്പോൾ സ്റ്റാഫ് നഴ്സ് പാലിയേറ്റീവ് കെയർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ആണ്. കൂടാതെ BCCPN പരിശീലനവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ KNMC രജിസ്ട്രേഷനും ആവശ്യമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 17,000 രൂപയാണ് ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ്. നിശ്ചിത യോഗ്യതയില്ലാത്ത ഉദ്യോഗാർത്ഥികൾ കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കേണ്ടതില്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് റീജിയണൽ ക്യാൻസർ സെൻ്ററിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത്. കോൺട്രാക്ട് ബേസ്ഡിലുള്ള നിയമനമാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 4/3/2023 രാവിലെ 10:30 മുതൽ റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പിയാണ്.
കൂടാതെ മിനിമം 100 ബെഡെങ്കിലുമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേഷനുള്ള നോളജും ആവശ്യമാണ്. ഒഴിവാണ് വന്നിട്ടുള്ളത്. 179 ദിവസത്തേക്കുള്ള നിയമനമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. SC/ST OBC കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. മന്ത്ലി റെമ്യൂണറേഷൻ 32,300 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 10/3/2023 രാവിലെ 10:30 മുതൽ റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള BSc ഡിഗ്രി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയാണ്. കൂടാതെ മിനിമം 300 ബെഡെങ്കിലുമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയും കൂടാതെ മിനിമം 300 ബെഡെങ്കിലുമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നുമുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 24,520 രൂപയാണ് ലഭിക്കുന്നത്. 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 179 ദിവസത്തേക്കുള്ള കരാർ നിയമനമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC/ST OBC കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, CV അല്ലെങ്കിൽ ബയോഡേറ്റ, റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സിൻ്റെയും ഒറിജിനലും അറ്റസ്റ്റഡ് കോപ്പീസും കയ്യിൽ കരുതേണ്ടതാണ് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.